ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കേരള നവോത്ഥാനം എന്ന ഭാഗത്ത് നിന്ന് നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ശ്രീനാരായണ ഗുരു ജനനം 1856 ഓഗസ്റ്റ് 20, ജന്മസ്ഥലം ചെമ്പഴന്തി തിരുവനന്തപുരം, ജന്മഗൃഹം വയൽവാരം വീട്, കുട്ടിക്കാലത്തെ പേര് നാരായണൻ, സമാധിയായ വർഷം 1928 സെപ്റ്റംബർ 20. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. നൂറ്റാണ്ടിന്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ജനനവും മരണവും അവധി ദിവസമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ഗുരുവാണ് കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ഘടയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തിയാണ് തെക്കാടയ്യ. ശ്രീനാരായണ ഗുരുവിന് തെക്കാടയ്യയെ പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമി. ശ്രീനാരായണ ഗുരുവിന്റെ മറ്റു ഗുരുക്കന്മാർ കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ, തെക്കാടയ്യ, കൃഷ്ണൻ വൈദ്യർ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്ത സ്ഥലം നെയ്യാറിലെ ശങ്കരൻകുഴി. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നെയ്യാറ്റിൻകര, തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ് 1924. ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര. ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാറാണ്. സർവമത സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്നത് 1924. ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ടി സദാശിവ അയ്യർ ആയിരുന്നു. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലം, കാരമുക്ക്, തൃശ്ശൂർ. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കളവൻകോട് ക്ഷേത്രം. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലം ഉല്ലല, വെച്ചൂരാണ്. കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം അഹം ബ്രഹ്മാസ്മി. ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനി ബസന്റ് ആയിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായിട്ട് അനാച്ഛാദനം ചെയ്ത സ്ഥലം തലശ്ശേരി 1927. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അഥവാ SNDP സ്ഥാപിതമായത് 1903 മെയ് 15. SNDPയുടെ ആസ്ഥാനം കൊല്ലം. SNDPയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്ന സംഘടന വാവൂട്ടി യോഗം. SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷനായിരുന്നു ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. SNDPയുടെ മുഖപത്രം വിവേകോദയം. വിവേകോദയം ആരംഭിച്ചത് 1904. വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാനാണ്. സ്ഥാപക പത്രാധിപർ M. ഗോവിന്ദൻ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം. ആരോടുള്ള ആദരസൂചകമായിട്ടാണ് SNDPയുടെ മുഖപത്രത്തിന് വിവേകോദയം എന്ന് പേര് നൽകിയത് സ്വാമി വിവേകാനന്ദനോട്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തിയാണ് മൂർക്കോത്തുകുമാരൻ. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം പിള്ളത്തടം ഗുഹ, മരുത്വാമല, കന്യാകുമാരി. ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചത് 1918. ശ്രീലങ്കയിൽ സിലോണിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ക്രമീകരണങ്ങൾ ചെയ്തത് ബോധാനന്ദ സ്വാമികളായിരുന്നു. ശ്രീനാരായണ ഗുരു രണ്ടാമതായിട്ട് ശ്രീലങ്ക സന്ദർശനം നടത്തിയത് 1926. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികൾക്കായിട്ട് വെല്ലൂർ മഠത്തിൽ താമസ സൗകര്യം ഒരുക്കുകയും സത്യാഗ്രഹത്തിന്റെ ആവശ്യത്തിനായിട്ട് ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു.
ശ്രീനാരായണ ഗുരുവിന്റെ 150ാമത് ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് 5 രൂപ നാണയം പുറത്തിറക്കിയത് 2006-ലാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാ മഠം. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശിവഗിരിയാണ്. സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം ശ്വേതവർണം അല്ലെങ്കിൽ വെള്ള. ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിന്റെ നിറം മഞ്ഞ. ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചവർ വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യർ, ടി.കെ. കിട്ടൻ എന്നിവരായിരുന്നു. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1922 നവംബർ 22 ശിവഗിരി. ടാഗോറിന്റെ സന്ദർശനത്തിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് C.F. ആൻഡ്രൂസ് അല്ലെങ്കിൽ ദീനബന്ധു. ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് കുമാരനാശാനാണ്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1925 മാർച്ച് 12 ശിവഗിരിയിലാണ്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖ ദേശീയ നേതാവാണ് C. രാജഗോപാലാചാരി. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തിയാണ് N. കുമാരൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്ര മോക്ഷവഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ച വർഷം 1897-ലാണ്. ശ്രീനാരായണ ഗുരു ദൈവദശകം രചിച്ചത് 1914-ലാണ്. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥമാണ് തിരുക്കുറൽ. രചിച്ചത് തിരുവള്ളുവറാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ചരി. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളാണ് ആത്മോപദേശ ശതകം, അദ്വൈത ദീപിക, നിർവൃതി പഞ്ചകം, ദർശനമാല, കുണ്ടലിനി പാട്ട്, ജാതിമീമാംസ, ദൈവദശകം, ശിവശതകം, ചിഞ്ചട ചിന്തനം. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ സന്യാസി ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികൾ. ശിവലിംഗദാസ സ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശൻ എഴുതിയ കവിതയാണ് പറന്നുപോയ ഹംസ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.